പലരും ധരിച്ചിട്ടുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എൻ്റെ മക്കൾ നന്നാവണമെന്നാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. നമസ്കരിക്കാത്തൊരു പിതാവിനെ കണ്ട് വളരുന്ന മക്കൾ അവർ നന്നാവുകയില്ല. നോമ്പ് നോൽക്കാത്ത, നന്മകൾ ചെയ്യാത്ത, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത, അള്ളാഹുവിനെ ഭയപ്പെടാത്ത രക്ഷിതാക്കളുടെ മക്കൾക്ക് എങ്ങനെയാണ് നല്ലവരായി തീരാൻ സാധിക്കുക? ഒരു നല്ല മാതൃക അവർ കാണുന്നില്ലല്ലോ അവരുടെ വീട്ടിൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ എന്ന് മക്കൾക്ക് തോന്നണം. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരാണ് എന്ന് തോന്നണം. ഹറാമുകളുമായി ബന്ധപ്പെടാത്തവരാണ് എന്നവർക്ക് തോന്നണം. എന്നാൽ മക്കൾ കാണുകെ ഹറാമുകൾ ചെയ്യുന്നു, ഇസ്ലാം വിലക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്നു, കളവുകൾ പറയുന്നു, നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്നില്ല, മറ്റു ആദാബുകൾ, മര്യാദകൾ ഒന്നും പാലിക്കുന്നില്ല എങ്കിൽ അത്തരം മാതാപിതാക്കളെ കണ്ടു വളരുന്ന മക്കളിൽ നന്മകളൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയിലെ 132 ആയത്തിൽ പറയുന്നത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വല ആഖിബത്തു ലിത്തഖ്വ. നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കുക, താങ്കളും അതിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക. അപ്പോൾ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുന്നതോടൊപ്പം ക്ഷമയോടുകൂടി മാതാപിതാക്കളും നമസ്കരിക്കുന്നവരായിരിക്കണം. എന്നിട്ട് അള്ളാഹു നൽകുന്ന വാഗ്ദാനം നോക്കൂ, ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വല ആഖിബത്തു ലിത്തഖ്വ. നിങ്ങളോട് ഞാൻ ഉപജീവനം ചോദിക്കുന്നില്ല, അഥവാ അള്ളാഹുവിന് നമ്മളൊന്നും കൊടുക്കണ്ട. മറിച്ച് അള്ളാഹു പറയുന്നു, നഹ്നു നർസുഖുക, നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ തരും. അപ്പോൾ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു നമ്മുടെ റിസ്ഖ്, നമ്മുടെ ഉപജീവനം, നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൃത്യമായി നമസ്കരിക്കുക. ആ നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടാവേണ്ടുന്ന ഗുണങ്ങളെല്ലാം നമ്മിൽ ഉണ്ടാവുക. നമ്മുടെ മക്കളെയും നമ്മൾ നമസ്കരിക്കുവാൻ വേണ്ടി ശക്തമായി പ്രേരിപ്പിക്കുകയും ചെയ്യുക. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി പറയണം, നിങ്ങളും ക്ഷമയോടുകൂടി നിലകൊള്ളണം. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഐ ഇസ്തൻഖിദുഹും മിൻ അദാബില്ലാഹ് ബിഇഖാമിസ് സ്വലാഹ്. സ്വന്തം മക്കളെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. എങ്ങനെ? നമസ്കാരം നിലനിർത്തിക്കൊണ്ട്. ഉപ്പയും മക്കളും എല്ലാവരും വസ്തബിർ അൻത അലാ ഫിഅലിഹ, നീയും നമസ്കരിക്കുന്നവനായി തീരണം. അപ്പോൾ നമസ്കരിച്ചുകൊണ്ടും മക്കളെ നമസ്കരിപ്പിച്ചുകൊണ്ടുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ലഭിക്കുന്നവരായി നാം മാറേണ്ടത്. അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന ആളുകളായി നാം ഉൾപ്പെടാൻ പാടില്ല. ഏതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ എന്ന സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ.